നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? അപ്പോൾ ലോകമെമ്പാടും ഒന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ എന്ന്. ഞാൻ ഏപ്രിൽ 8 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രി ഇപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഗൾഫ് നാടുകളിലും നമ്മളെ നാടുമായിട്ട് ഡീസൽ, പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ റേറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ 50 രൂപ മുതൽ 60 രൂപ വരെയാണ് 2 മാസം മുമ്പ് ഗൾഫിലെ പ്രൈസ്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ 95 മുതൽ 110, 115 വരെ റേറ്റ് ഉണ്ട്. ആ 2 മാസം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ ഏകദേശം 120 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഡീസൽ പ്രൈസ്. പെട്രോളും തന്നെ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് പ്രൈസ് കൂട്ടിയിട്ടില്ല. അത് നമ്മൾ ഇത്രയും പിടിച്ചു നിന്നത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. നമ്മുടെ ഇലക്ഷൻ വരികയാണ്. അവർ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ആ പ്രൈസ് കൂട്ടാഞ്ഞത്. എണ്ണ കമ്പനികൾ പലവട്ടം സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, റേറ്റ് അത്രയുണ്ട് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും ഗവൺമെൻറ്റിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ 2 മാസം സുരേഷ് ഗോപി പറഞ്ഞ പോലെ നമ്മൾ പിടിച്ചു നിന്നില്ല. ഇനിയിപ്പോൾ സർക്കാർ ഏതായാലും റേറ്റ് എന്തായാലും കൂടും. ഇതിപ്പോഴത്തെ ഒരു ഇതല്ല, 2 മാസം മുമ്പേ റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷെ ആ റേറ്റ് കൂടാതിരുന്നത് സർക്കാരിന് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമാണ്. നല്ലൊരു സർക്കാരാണെങ്കിൽ, ജനങ്ങളെ സ്നേഹിക്കുന്ന സർക്കാരാണെങ്കിൽ ഇന്ന് 10 രൂപ കൂടിയാൽ ഇന്ന് പ്രൈസ് കൂട്ടണം. എന്തിനാണ് ജനങ്ങളെ പേടിക്കണ്ടല്ലോ. കാരണം നല്ലൊരു സർക്കാരാണെങ്കിൽ, ജനങ്ങളെ സ്നേഹിക്കുന്ന സർക്കാരാണെങ്കിൽ ജനങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ആവശ്യം ഭരണം നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങളെ ചെറിയ മട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു നീക്കുപോക്കൊക്കെ നടത്താം, അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ പറയാനുള്ളത് സാധാരണ ജനങ്ങളോടാണ്. ഇനിയിപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ പ്രതിസന്ധി വന്നാൽ നമുക്കെന്താ പ്രശ്നം എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായില്ലേ, ഗ്യാസിന് റേറ്റ് കൂടി, ഗ്യാസിന് വില കൂടി. ഹോട്ടൽ ഗ്യാസിനാണ്, അതായത് കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളെ വാണിജ്യ സിലിണ്ടറിനാണ് റേറ്റ് കൂടിയിട്ടുള്ളത്. നമ്മുടെ വീട്ട് സിലിണ്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇനിയിപ്പോൾ വീട് സിലിണ്ടർ ഇനിയിപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് സാധാരണ വീടുകളൊക്കെ കേട്ടോ, പഴയ മോഡൽ വീടായാലും ഇനിയിപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ചിമ്മിണി അടുപ്പുണ്ടാവും, നമുക്ക് വിറക് കത്തിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഫ്ലാറ്റുകൾ എന്താ ചെയ്യുക? ഫ്ലാറ്റ് ലൈഫ് ഉണ്ടല്ലോ, അവിടെ ഈ വിധ അടുപ്പുകളൊന്നും ഉണ്ടാവില്ല, അവിടെ ഗ്യാസ് തന്നെ വേണം. അതുപോലെ തന്നെ ഹോട്ടലുകൾ. നമ്മൾ സാധാരണ ഒരു ട്രിപ്പ്, ഒരു ഫാമിലി ആയിട്ട് എവിടേക്കെങ്കിലൊക്കെ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 5000 രൂപയാണ് ബഡ്ജറ്റ് വരുന്നത് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് 10000 രൂപയാവും. എന്താണെന്നല്ലേ, ഡീസൽ, പെട്രോൾ റേറ്റ് കൂടും. അതുപോലെ തന്നെ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കും, ഫുഡിനും റേറ്റ് കൂടും. ഇതൊക്കെ എന്താ വണ്ടി ഉള്ളവനിക്കല്ലേ, അതല്ലെങ്കിൽ ഹോട്ടലുള്ളവനിക്കല്ലേ, നമുക്ക് എന്താ പ്രശ്നം ചോദിക്കും. നമ്മുടെ പ്രശ്നം ഇതാണ്. ഡീസൽ, പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചാർജ് കൂടും. നമ്മുടെ നാട്ടിൽ ഒരു കൃഷിയില്ല, കാര്യമായിട്ടുള്ളൊരു കൃഷി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് അടുപ്പ് പുകയില്ലല്ലോ. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വരണം എന്നുണ്ടെങ്കിൽ സാധനത്തിനൊക്കെ റേറ്റ് കൂടും. റേറ്റ് കൂടി കടയിൽ പോയിട്ട് നമ്മൾ സാധനം മേടിക്കുമ്പോൾ ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയാണ് ഒരു കൂലി എന്നുണ്ടെങ്കിൽ ഈ 1000 രൂപ കൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ പോയാൽ സാധനം എത്തിപ്പോണില്ല. ഇനിയിപ്പോൾ റേറ്റും കൂടി കൂടിക്കഴിഞ്ഞാൽ ഈ 1000 തികയൂല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് പണി വേണം, എന്നാലേ അവൻ്റെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ഗൾഫ് മേഖലയിൽ അതല്ലെങ്കിൽ മറ്റു ഇതിലൊക്കെ പ്രതിസന്ധി വരുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികളൊന്നും എടുപ്പിക്കൂല. സാമ്പത്തിക പ്രതിസന്ധിയും അതല്ലെങ്കിൽ ഉള്ള കയ്യിലുള്ള ക്യാഷ് പോകുന്നുള്ള പേടിയുകൊണ്ട് ഒട്ടുമിക്ക പണികളും മാറ്റിവെക്കും. അപ്പോൾ ഒരു പണി എടുപ്പിക്കൂല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും, പട്ടിണിയാവും, പ്രതിസന്ധിയിലാവും, ആകെ കോഞ്ഞാട്ടവും. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിൻ്റെ ശേഷം ആദ്യമായിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്, സത്യമാണ്. മാർക്കറ്റിൽ ഹൈ പ്രൈസിന് മേടിക്കുന്ന സാധനം ഇത്രയും സമയം 2 മാസത്തോളം സർക്കാർ നമുക്ക് തന്നത് ലോ പ്രൈസിലാണ്. ഒരു പരിധി ഉണ്ടാവും ഏതൊരു കാര്യത്തിന്, ഏത് സർക്കാരായാലും. അതിനിപ്പോൾ കേന്ദ്ര സർക്കാരായാലും ശരി, കേരള സർക്കാരായാലും ശരി, എല്ലാവർക്കും ഒരു പരിമിതികളുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സർക്കാരല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു കട നടത്തുകയാണെങ്കിൽ നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം നിങ്ങൾ 90-ന് വിൽക്കുമോ? വിൽക്കൂല.
എന്തായാലും 100-നെങ്കിലും വിൽക്കണ്ടേ, ലാഭം പോട്ടെ, മുതലെങ്കിലും കിട്ടണ്ടേ. അപ്പം ഇതിനൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സർക്കാരിനെ കുറ്റം പറയാനോ അതല്ലെങ്കിൽ സമരം ചെയ്യാനോ ഇതിൻ്റെ പേരിൽ ഒരു പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും പാർട്ടിക്കാർക്ക് സമരം ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. അതൊക്കെ വെറുതെ വേസ്റ്റാണ്. ലോകമെമ്പാടൊന്ന് അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രൈസ് മൊബൈലിൽ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. പ്രൈസ് ഹൈയിലാണ് നിൽക്കുന്നത്. ഇനി ഇതേ ലെവലിൽ തന്നെയാണ് ഇനി ഭാവിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കളി വിടുന്നൊക്കെ വിടും. അപ്പോൾ ഡീസൽ, പെട്രോള്, ഗ്യാസ് റേറ്റ് കൂടിയാൽ എങ്ങനെയാണ് പ്രശ്നം വരിക എന്നുള്ളത് ഏകദേശമൊക്കെ ഒരു മനസ്സിലായില്ല. ഹോട്ടലുകൾക്കുള്ള പ്രശ്നം വരും, ചാർജ് കൂടും, യാത്രക്കാർക്ക് ചാർജ് കൂടും, എല്ലാ നിലക്കും കൂടും. വണ്ടിക്ക് ഡീസൽ കൂടും, പെട്രോൾ കൂടും, അതുപോലെ തന്നെ ഭക്ഷണത്തിന് പൈസ കൂടും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ ഇതിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്താലേ അവനക്ക് പൈസ ഉണ്ടാവുള്ളൂ. ആ പൈസ ആയിട്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന സാധനം അപ്പം കിട്ടില്ല, കാരണം സാധനത്തിന് വില കൂടി. എന്നാൽ കൂലി കൂട്ടി ചോദിക്കാന്ന് വെച്ചാലോ ആരും പണിക്കും വിളിക്കൂല, കാരണം സാമ്പത്തികമില്ല. ഞാനൊരു പ്രവാസിയാണ്, എനിക്കറിയാം എൻ്റെ കയ്യിൽ എനിക്കിപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി കണ്ട് എനിക്ക് ജോലിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുമല്ലാതെ, അതായത് 0 ആയിട്ട് 2 മാസമായിട്ട് 1.5 മാസമായിട്ട് റൂമിലിരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് നാട്ടിലൊരു ജോലി ചെയ്യിപ്പിക്കുക? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ സർക്കാരിൻ്റെ പ്രശ്നമല്ല, പുറത്തൊരു വിഷയം നടക്കുമ്പോൾ അത് നമ്മുടെ വിഷയമല്ല, അത് അവിടെ അല്ലേ എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അത് സർക്കാരിനെ കുറ്റം വേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി പറഞ്ഞാൽ ലോകമെമ്പാടുള്ളൊരു പ്രതിഭാസമാണ്. ഓക്കെ, താങ്ക് യു.